വെൽക്കം ടു ഇലക്ട്രിക്കൽ EduZone. അപ്പോൾ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഓവർസീ ഗ്രേഡ് ടു ഇലക്ട്രിക്കലിലേക്കുള്ള കഴിഞ്ഞ ജൂൺ മാസം നടന്ന എക്സാമിന്റെ ഷോർട്ട് ലിസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ? അതേപോലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെയും ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മെസ്സേജ് വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്താ കോമൺ എക്സാം ആയിട്ട് നടന്നതാണ്. കഴിഞ്ഞ ജൂൺ 16 കോമൺ എക്സാം ആയിട്ട് നടന്നതാണ് അല്ലെ? അതായത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, അതേപോലെ ഓവർസീ ഗ്രേഡ് ടു, അതേപോലെ ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്ക് ഒക്കെ എന്താ ഒരു കോമൺ എക്സാം ആയിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പോ കഴിഞ്ഞ ജൂൺ 16 എക്സാം നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇന്നാണ് ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തേക്കുന്നത്. കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞാൽ 208/2021. അപ്പൊ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ കേസിൽ എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ഷോർട്ട് ലിസ്റ്റ് ഇറങ്ങുന്നുണ്ടാവും. അപ്പം ഈ ഒരു മെയിൻ ലിസ്റ്റില് ഏകദേശം 103 ആൾക്കാരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സപ്ലിമെന്ററി ലിസ്റ്റിൽ 119 ആൾക്കാരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. പ്രോബബിലിറ്റി ലിസ്റ്റ് ടോട്ടൽ എത്ര, 222 പേര് എന്ത് ചെയ്യാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതിൽ വന്നിരിക്കുന്ന കട്ട് ഓഫ് എന്ന് വെച്ചാൽ 51.67 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. 51.67 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോ ഇനിയിപ്പോ ഇതിന്റെ ഡോക്യുമെന്റ്സ് എന്ത് ചെയ്യാം, വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേഴ്സണൽ ആയിട്ട് വൺ ടൈം വെരിഫിക്കേഷൻ കഴിയാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ പേഴ്സണൽ ആയിട്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അപ്പോ ഇതിൽ വന്നിരിക്കുന്ന കട്ട് ഓഫ് വെച്ചാൽ 51.67 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ കേസിലും എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോ നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഏകദേശം 103 ആൾക്കാർ മെയിൻ ലിസ്റ്റിലുണ്ട്. ഏകദേശം അത്രത്തോളം തന്നെ ആൾക്കാർ എന്താ സപ്ലിമെന്ററി ലിസ്റ്റിലുണ്ട്, 119 ആൾക്കാർ. ടോട്ടൽ 222 പേരാണ് ഈ ഒരു ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.